4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്നൊക്കെ അറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നടൻ ബാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടൻ ബാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സികൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആക്ടർ ബാലയുടെ മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എലിസബത്ത് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അവരൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ വരുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആക്ടർ ബാലയെ പറ്റി എലിസബത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, കാരണം വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയി പോകും. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ആരാധകരുള്ള ഒരു നടനാണ് നടൻ ബാല. അപ്പോൾ നടൻ ബാലയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള നമ്മൾ ഷോക്കിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ ഫ്ലാറ്റിൽ കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഒരു എലിസബത്തിന് മുമ്പുള്ള ഭാര്യയായിട്ടുള്ള അമൃത സുരേഷുമായിട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരു സ്ത്രീയെ പരമാവധി എത്ര ദ്രോഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പറ്റും എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു എലിസബത്തിന്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് ഈ ഒരു ആക്ടർ ബാലയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജസ്റ്റ് ക്ലിപ്പും നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണ്ടെന്ന് അറിഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താ വട്ടാണോന്ന്? അപ്പോൾ ഇന്ന് ജീവന ഭയം തോന്നിയ സമയത്താണ് അന്ന് വിളിച്ചത്. ഇന്നും എനിക്ക് അടി കിട്ടിയിട്ട് ഇത് കൺട്രോളില്ല. അന്നേക്ക് കിട്ടിയത് ഈ ഫിസ്റ്റ് ചുറ്റിയിട്ടാണ് എന്റെ മോന്തിക്ക് അടി കിട്ടിയത്. മാത്രമല്ല, എന്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കിയും എന്റെ വിരല് പിടിച്ചൊടിക്കാൻ നോക്കുക, മുടി പിടിച്ചിട്ട് വലിക്കുക, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിച്ചു. അപ്പൊ അങ്ങനെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി വിളിക്കാനുള്ളതല്ലേ പോലീസ് സ്റ്റേഷനിൽ? എനിക്കറിയില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ. എനിക്ക് പല ഈ ചിന്തകളുടെ മാറ്റം വന്നത് ആ ഒരു ജീവിതത്തിൽ നിന്നാണ്. നമുക്ക് സാധാരണക്കാരായ ചിലപ്പോൾ ജസ്റ്റിസ് ഒന്നും കിട്ടിയെന്ന് വരില്ല എന്നുള്ളൊരു ബോധം വന്നത് അവിടുന്ന്. ആക്ച്വലി ഈ ഒരു വീഡിയോയില്, ഈ 1 hour ലെങ്ത് ഉള്ള ഈ ഒരു വീഡിയോയില് എലിസബത്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവരുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന കമന്റ്സ്, അതായത് ഒരു ഫീമെയിൽ അക്കൗണ്ടിൽ നിന്ന് വന്ന നിരന്തരമായിട്ടുള്ള കമന്റ്സിനെ ആണ് അവർ വായിക്കുന്നത്. ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു 1 hour ഏകദേശം ഈ ഒരു കമന്റിനെ കുറിച്ചാണ് കൂടുതൽ ഈ ഒരു എലിസബത്ത് പറയുന്നത്. ഈ ഒരു ക്ലിപ്പിന്റെ പോയിന്റ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഒത്തിരി അധികം ഫിസിക്കലി ഈ ഒരു ബാല ഈ എലിസബത്തിനെ ഹറാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു എലിസബത്ത് പറയുന്നുണ്ട്. തന്നെ അടിക്കുന്നുണ്ട്, അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അവർ തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഒരു വേദിയിൽ വന്നിട്ട് പറയാനുള്ള കാര്യമല്ല ഇത്. കാരണം ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ ഏതൊരു സ്ത്രീ ആയിരുന്നാൽ പോലും ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നേരിടുന്ന സമയത്ത് നമുക്ക് രാജ്യത്ത് നിയമവും അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിലോട് നമുക്ക് കേസ് കൊടുക്കാനോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിൽ അവൈലബിൾ ആണ്. ആ ഒരു സമയത്ത് നമ്മൾ അത് ചെയ്യാതെ ഒരുപക്ഷെ ചിലപ്പോൾ ബാലയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, ബാലയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എലിസബത്ത് അതിനൊന്നും മുതിരാത്തത്. പക്ഷെ എങ്കിലും അത് പിന്നീട് ഇപ്പോൾ ഈ ഒരു വേദിയിൽ വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ വഴി വന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബാലയും അതുപോലെ തന്നെ എക്സ് ഭാര്യയായിട്ടുള്ള എലിസബത്തും ലീഗലി അവർ മാരീഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഗലി ഉള്ള ഒരു ഡിവോഴ്സ് അവർക്ക് സാധ്യമായിരുന്നില്ല. അതും ബാലയുടെ ഒരു തന്ത്രമാണ് അല്ലെങ്കിൽ ബാലയുടെ ഒരു അടവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് എലിസബത്ത് വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എനിക്കിതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ, അവരൊരു റിലേഷൻഷിപ്പിൽ മാത്രമുള്ളൂ, ലീഗലി മാരീഡ് അല്ല. ലീഗലി മാരീഡ് ആയിരുന്നെങ്കിൽ അവരെങ്ങനെ അടുത്ത ആളിനെ കല്യാണം കഴിക്കും? ലീഗലി ഡിവോഴ്സ് വേണ്ടേ? അതാണ്, നിങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, നിങ്ങൾ മ്യൂച്വലി കൺസെന്റിൽ പിരിഞ്ഞിട്ടില്ല,
വേറൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ്. കസ്തൂരി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ പേരുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ, ഈ ഒരു 1 hour വീഡിയോയിലുള്ള ഈ കമന്റ്സ് മുഴുവനും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കസ്തൂരി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട്. അതായത് എലിസബത്തിന് പലതരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ട്, ഇത് ആരാണ് എന്നുള്ളത് എലിസബത്തിന് ഏകദേശം അറിയാം എന്നുള്ള രീതിയിലാണ് എലിസബത്ത് പറയുന്നത്. ആ ഒരു വീഡിയോ എന്ന ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. കേരള ഇസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങണത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ, ആരോ എന്തോ കമന്റ് ഇട്ടുണ്ട്, അതിന് റിപ്ലൈ ആണ്, ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ, എന്നിട്ടല്ലേ നിങ്ങൾ ഇതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടിയുണ്ട്, എന്നിട്ടാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരനെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പം ആരാന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഉപയോഗിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നതെന്ന് മനസ്സിലായി. എല്ലാവരുടെയും അറിവോടുകൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഏതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു എലിസബത്ത് MBBS ഒക്കെ പഠിച്ച് പാസ്സായി ഒരു ഡോക്ടറായത്. അപ്പോൾ അതിനുശേഷം പല എക്സാം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പോലും ഈ ഒരു എക്സാമിന് വിടണ്ട അല്ലെങ്കിൽ വിടാതിരുന്ന തരത്തിലുള്ള അത്രയ്ക്കും എന്താ പറയുക ക്രൂരമായിട്ടുള്ള ഒരു മാനസിക തലത്തിലാണ് ഈ ഒരു ബാല ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ക്രൂരത ഒരു സ്ത്രീയോട് കാണിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു 1 hour വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നി പോകുന്നുണ്ട്. നേരത്തേക്ക് അമൃത സുരേഷ് പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യമാവുന്ന തരത്തിലാണ് ഈ ഒരു മുൻ ഭാര്യയായിട്ടുള്ള എലിസബത്ത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. എന്തുതന്നെയാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു എലിസബത്ത് ഒരുപാട് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. കാരണം അവശതയിൽ കടന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ ബാല അഡ്മിറ്റ് ചെയ്ത് കടന്ന സമയത്ത് പോലും ബാലയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് എലിസബത്ത് ആണ് എന്നുള്ള തരത്തിലാണ് എലിസബത്ത് പറയുന്നത്. നമ്മൾ പല സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോസും ക്ലിപ്പും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണാൻ പറ്റുമായിരിക്കും.